battle in style. Hello guys, welcome to my channel. My name is Sarkar. എനിക്കറിയില്ല കാരണം നമ്മൾ ടീമേറ്റ്സിൻ്റെ കൂടെ കളിക്കാൻ പോകണം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഡെക്കാസ്കാർക്കാണ് പോകാൻ പോകണേ. അപ്പോൾ ഈ മാച്ച് ബുയി അടിച്ചിട്ട് ഇറങ്ങും പറഞ്ഞിട്ടാണ് ഞാൻ സ്ക്വാഡ് എടുത്തിട്ട് ഒത്തിനും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ചത്താലും കയറി പൊക്കുമല്ലോ. ഞാൻ സ്ക്വാഡ് എടുത്തത് എന്തായാലും ഇത് ബുയി അടിച്ചിട്ട് അടങ്ങും പറഞ്ഞാണ് ഞാൻ എടുത്തത് തന്നെ. ഈ മാച്ച് അത്രയും തീക്കളിയിലോട്ടോ ഞാൻ എടുത്ത മനസ്സിനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നും പറഞ്ഞ് ഞാൻ ഉസി കൊടുത്ത് നേരെ പൊണ്ണ ഓടിക്കാൻ അവിടെ ഒരു പെട്ടിയില്ലേ, ആ പെട്ടി ഒന്ന് ഓടി. അപ്പൊ ഈ വീട്ടിലൊക്കെ മറ്റേ ലോങ് റേഞ്ച് കണ്ടും കിട്ടുമ്പോൾ പോയപ്പോൾ അവിടെ ഫ്ലാഷ് ബേസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്താണെന്നറിയില്ല, വീഡിയോ ഇടുമ്പോൾ മാത്രം ഇത് തന്നെ കണ്ട പിങ് അടി തുടങ്ങിയിട്ട് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനവിടെ എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും മുട്ട. Help me! Yes, up a teammate. Oh, my team അങ്ങനെ വിട്ടേച്ച് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ M500 അല്ല, ഇതിൻ്റെ പേരെന്താണ്, M12 അതെടുത്തിട്ടുണ്ട്. എന്നോട് കുറെ പിന്നെ M12ൻ്റെ എയറാമോ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അതും കിട്ടി. ഞാൻ മറ്റേ അടിക്കുമ്പോഴൊന്നുമില്ല, അതാണ് സ്ട്രോങ്ങും കിട്ടി. പിന്നെ ആവശ്യമില്ലാത്ത ആമോ കളയാണെന്ന് വിജയിച്ചാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ പോയി നോക്കിയപ്പോൾ അവിടെ പാരാഫിലുണ്ട്. അപ്പോൾ പാരാഫിലൊക്കെ ഇട്ടു. പിന്നെ നോക്കണം. അപ്പം തന്നെ പൊക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലില്ലേ ഗൈസ്, ഇപ്പം തന്നെ നമുക്ക് കോയിൻ കൊടുത്ത ആൾക്കാരെ പൊക്കേണ്ടി വന്നേനെ അല്ലേ ഗൈസ്, എന്താ അവസ്ഥ അല്ലേ. അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് മറ്റേ ഫ്രീ കിടാനൊക്കെ എടുത്തിട്ട് ഒരു കോറോസ്കോപ്പ് കൊടുത്തു. പിന്നെ ഒരു ഷിറ്റ് അവൻ അടുത്താണ് ഫസ്റ്റ് കാണിച്ചു, പിന്നെ ദൂരെയാക്കി. ഡെക്ക സ്ക്വയറിൻ്റെ അടുത്തായിരുന്നു ഫസ്റ്റ്. ഇതാണ് ഗെയിമിൻ്റെ കഥ. ഫസ്റ്റ് അവിടെ കാണിക്കും നേരെ പോകും. പക്ഷെ ഞാൻ ലാഗുള്ളത് കാണൂല, ടീംമേറ്റിൻ്റെ അടുത്തൊന്നും പോകില്ല. അതാണ് എനിക്കുള്ള പ്രശ്നം. അപ്പം ഞാൻ ഓടിപ്പോകണമെന്ന് പറഞ്ഞാൽ അത് വരുമോ? ഇല്ല ടൈസ്, അത് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. എന്നും പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തോടത്ത് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് സേഫായിക്ക് വരാം. ഓ, എൻ്റെ കൂടെ ഒരു ടീമേറ്റും കൂടെ ഉണ്ട്. അവിടെ ഫുൾ സ്കോഡ് ഉണ്ട് വരുന്ന ഗൈസ്. കണ്ട് സ്കോഡിനെ കണ്ടുകൂട്ടാ. ഞാനും ഞാൻ സ്കോഡിനെ കണ്ടിട്ടുണ്ട്. ആ ബോട്ടിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കണ്ടു. നെറ്റും പോയിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ തന്നെ നെറ്റ് പോണെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാനിക്ക്. പിന്നെ മണ്ട കയറിയിട്ട് ഞാൻ കിടിലോസ് അടി കൊടുത്തിട്ട് രണ്ടാളെ ഞാൻ കുറേ അടി അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടെ ഒരു ബ്ലൂവാണ് അവിടെ മുണ്ടണിക്കുന്നു. ഓ, എൻ്റെ ടീംമേറ്റ് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അലോക്ക് ഇലക്ട്രോണിക്സ് ഇപ്പോൾ പൊടിയാണ്. ഓക്കെ, അവിടെ ഇങ്ങനെ വണ്ടിക്കുണ്ട്. എനിക്ക് നന്നായി അടി അടിച്ചിട്ട് ഇവന്മാരെ അടി കൊടുക്കുക. പിന്നെ സൂപ്പർ കൊണ്ടാകുന്ന നേരത്തെ നേരെ അവന്മാരെ അടിക്കുന്നത്. ഞാൻ അവനെ നോക്കെടുത്താൻ പോവായിരുന്നു. അപ്പോഴത്തേക്കും
റീലോഡ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ രക്ഷപ്പെട്ടില്ലാന്ന് പറയാം. 99+ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല. അമ്മാൻ്റെ ടീമേറ്റ് കാണുമ്പോഴേ കയറിപ്പോയിട്ട് എത്ര പെടുന്ന മറ്റേ ഡെക്ക സ്ക്വയർ ഒന്നുമുണ്ട്. അവൻ ഇവിടെ പ്ലസായിക്ക് ഓടി സ്പീഡ് വന്നു. ഇതാണ് നമ്മുടെ ടീമേറ്റ്സ്. പേടിച്ചായി ഇത് കടല് വേറെ കടന്നുപോയി. അങ്ങനത്തെ സിറ്റുവേഷനുള്ള ആൾക്കാരെല്ലാം പൊക്കാൻ പറ്റില്ല. ഇവന്റെ പേര് അപ്പൊ അങ്ങനെ അവിടെ തന്നിനോ പോവും. അവിടെ കാണാം, അവിടെ ഹിറ്റ്ലിസ്റ്റിന് കണ്ടപ്പോ പേടിച്ചോടി പോവാണ്. യുവന്മാരൊക്കെ പേടിത്തുണ്ടന്മാരാണ്, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞാൽ ഞാനവിടെ നിൽക്കുകയാണ്. ബോയ്സ് ഞാൻ 91 ഫസ്റ്റുള്ളവൻ ഞാൻ കൊടുത്തു. 176 മറ്റവനെ കൊടുത്തു. പിന്നെ 145 എനിക്ക് ഹെഡ് തന്നു കേട്ടോ അവൻ. പിന്നെ 25 അവൻ എനിക്ക് ബോഡി ഷോട്ട് തന്നു കേട്ടോ. അപ്പൊ എനിക്ക് പ്രശ്നമില്ലെന്നല്ല എന്നെ നോക്കായിട്ടൊക്കെ കേസ് തന്നത്. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും നിശ്ചയിച്ചത്. കാരണം എൻ്റെ കയ്യിൽ കുറേ കോയിൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചിലവാക്കി ഇല്ല വേണം പറയാം. അവിടെ ഒരുത്തൻ എന്താ പൊക്കുണ്ട് കേട്ടോ, പൊക്കുണ്ട്. അപ്പം ഞാനിവിടെ ഇറങ്ങി. എൻ്റെ കയ്യിൽ 200 കോയിൻസ് ഉണ്ട്. അത് വെച്ച് ആ സാധനം തുറക്കാന്ന് പറഞ്ഞിട്ടേക്കണ്. ഓൾറെഡി ഇവിടെ ഗണ്ണുണ്ട് കേട്ടോ. M120 ആണ്. പിന്നെ M1X ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പേടിക്കാനില്ല. ഷോർട്ട് റേഞ്ചിൽ കാര്യമായിന്ന് പറയാൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഡ്രോപ്പില്ലേ ഭയങ്കര അവിടെ ഇടില്ല. ഇവിടെ ഇടാം. ഫസ്റ്റ് ടൈം കിട്ടിയില്ല, ഷിപ്പ് ടൈം കിട്ടിയെന്നാണ്. ഓക്കെ, ഇവിടെ ഞാൻ അവിടെ അവിടുത്തെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിടിക്കാൻ പിന്നെ അടുത്ത എവിടെയാന്ന് അറിയില്ല, ഏത് സൈഡിൽ കൂടെ വരാന്നറിയില്ല. അത് കാരണം ഞാൻ ഇവിടേക്ക് ഒരു ഇത് വിടുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. എൻ്റെ മുമ്പിലില്ലേ കണ്ണും മൂടി വിട്ട് ഓടിയിട്ടാ. അവനെ കൊന്നു എന്ന് വേണം പറയാൻ. നല്ല ലൂട്ടെടുത്ത് വന്നവന് സൈലൻസർ വെച്ച് വന്നവനാണ്. ഏതോ അനിഷ്ടമായി വെച്ചാൽ അവനെ കൊന്നിരിക്കുന്നു പറയാൻ. എനിക്ക് കിട്ടിയ ഭാഗ്യമായി ഗൈസ്. ഞാൻ രക്ഷപ്പെടുവാണെന്ന് പറയാം. ഞാൻ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. മറ്റവൻ ആ സൈഡിൽ കൂടെ വരും. നോക്കാക്കിയിട്ടുണ്ട് കുത്തി പൊങ്ങിയിട്ട്. ഓക്കെ മറ്റവൻ അങ്ങോട്ട് ഇങ്ങോട്ട് തെറിച്ച് കയറി വരാണ്ടിരുന്ന മതി. ഇവനെ നോക്കരുത്. ഇവനെ അത്രയും നോക്കിണ്ടായിരുന്നു. ഇവിടുന്ന് അടിക്കി കിടക്കി വീണേക്കും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനൊരു ഗ്ലൂകൾ ഇവിടെ ടീമേറ്റേ ഓയ്യോ ഗൈസ് അവിടെ ഒരുത്തന്നെ എന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂടെ ഇഷ്ടപ്പെടുന്നത് പിന്നെ വേണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.